സെറ്റ്ലാന അലക്സീവിച്ചിൻ്റെ 2015 നോബൽ പ്രൈസ് നേടിയ പുസ്തകമാണ് യുദ്ധഭൂമിയിലെ സ്ത്രീ പോരാളികൾ. തോക്കേന്ത്യ റഷ്യൻ പെൺമനസ്സുകളുടെ തീവ്ര നൊമ്പരങ്ങളാണ് ഈ പുസ്തകത്തിൽ. ധർമ്മസങ്കടങ്ങളുടെ സ്ത്രീ പോരാളികൾ. സ്ത്രീ മാതാവാണ്. അവൾ ജീവൻ നൽകുന്നവളാണ്. കുഞ്ഞിന് മുലയൂട്ടുന്നവളാണ്. സ്നേഹവും ദയയും പ്രണയവും പകർന്നു നൽകുന്നവളാണ്. യുദ്ധമുഖത്ത് അവർക്ക് എങ്ങനെ മറ്റൊരു ജീവൻ കവർന്നെടുക്കാനാകും? ഈ ഒരു ധർമ്മസങ്കടത്തിലാണ് നോബൽ സമ്മാനിതയായ സെറ്റ്ലാന അലക്സീവിച്ചിൻ്റെ യുദ്ധഭൂമിയിലെ സ്ത്രീ പോരാളികൾ എന്ന ഗ്രന്ഥത്തിൽ ഉടനീളം മലയടിക്കുന്നത്. മരിക്കുമ്പോഴും മറ്റൊരാൾ കൊല്ലപ്പെടുമ്പോഴും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ എന്നാണ് യുദ്ധത്തിൻ്റെ വ്യർത്ഥതയെപ്പറ്റി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. എല്ല് തുളച്ചു കയറുന്ന തീക്ഷ്ണാനുഭവങ്ങൾ, രക്തചംക്രമണം പോലും നിലച്ചു പോകുന്ന വായനാനുഭവം. അമ്മമാരുടെ നെഞ്ചിലൂറിയ യുദ്ധകാലത്തെ ആയിരം കഥനകഥകൾ കൊണ്ട് ഈ പുസ്തകം കണ്ണുനീരണിഞ്ഞു നിൽക്കുന്നു. വിശന്നു കരയുന്ന മക്കൾ അല്ലെങ്കിൽ കൈക്കുഞ്ഞുങ്ങൾ. ഒരു ചെറിയ ശബ്ദം മതി ശത്രുവിനെ ഉണർത്താൻ, അല്ലെങ്കിൽ അവരുടെ നായ്ക്കൾ കുരക്കാൻ. ഭയത്തിൻ്റെ നെരിപ്പോടിൽ സ്വന്തം മക്കളെ കഴുത്തു ഞെരിച്ചു കൊന്ന അമ്മമാർ ഈ പുസ്തകത്തിലുണ്ട്. ഊർധ്വൻ വലിക്കുമ്പോഴും നിന്റെ മുലകളൊന്ന് കാണട്ടെ എന്ന് സങ്കടപ്പെടുന്ന പട്ടാളക്കാരനുണ്ട്. ഞങ്ങൾ അവരെ തടവുകാരാക്കി സൈനിക താവളത്തിലേക്ക് കൊണ്ടുവന്നു. അവരെ ഞങ്ങൾ വെടിവെച്ച് കൊന്നില്ല. അത്ര എളുപ്പത്തിൽ മരിക്കേണ്ട പന്നികളെ എന്ന പോലെ ഞങ്ങൾ അവരെ കൂർത്ത ഇരുമ്പുദണ്ടുകളിൽ കുത്തി നിർത്തി. അവരെ തുണ്ടുകളാക്കി. വേദന കൊണ്ട് പുളയുന്ന കണ്ണുകൾ പൊട്ടിച്ചിതറുന്നത് കാണാൻ